അസ്സലാമലൈക്കും. ജൂബീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു ഡേ സ്പെഷ്യൽ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് വ്ളോഗിൻ്റെ ഒരു പാർട്ട് 2 ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ നമ്മൾ രണ്ടാം പെരുന്നാളിൻ്റെ ഒരു സ്പെഷ്യൽ വ്ളോഗും കൂടി ഇതിൽ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇത്തമാരും അതുപോലെ എൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടീസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളിത് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിൻ്റെ മസാലയൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൗണ്ടിൻ്റെ ഒരു ക്ലിയർ കുറവുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളിത് സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ ദമ്മൊക്കെ ഇട്ട് നമ്മളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്തമാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒക്കെയാണ് എല്ലാം ക്ലിയറാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ചോറുണ്ടാകുമ്പോൾ അത് മിക്സ് ചെയ്യാനും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇപ്പോൾ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എന്താ മേശമ സെറ്റ് ആക്കിയിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചതും സലാഡും അച്ചാറും അതുപോലെ കട്ട് ഫ്രൂട്ട്സും എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രസമാണ്. നമ്മളെല്ലാവരും കൂടി നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് എല്ലാവരും എപ്പോഴും വരും. പക്ഷേ ഈദായപ്പോൾ പ്രത്യേക സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുക്കറിവിടെ ഇതാ പിന്നെ രജീവ് എല്ലാവരും ഫുഡ് കഴിക്കണം കേട്ടോ. താത്താരൊക്കെ ഉണ്ട്. എന്നാ കുട്ടീസുകളൊക്കെ ഇവിടെ ചാടി കളിക്കണം കേട്ടോ. തുള്ളി ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ. പിന്നെ ഇതാ കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും കൂടി നല്ല രസമാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഫാമിലീസ് എല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര വൈബാണ്. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ മന്തിയും അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടൊരു നല്ലൊരു മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ജുമോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫുഡ് കഴിക്കണേ. അപ്പോൾ ഇതാപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇനി ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ചിക്കൻ ബിരിയാണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. മന്തിയും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് പറയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റിൽ ഒരു സർപ്രൈസായിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇവ മോൾ. അപ്പോൾ ഞാൻ അതിനെ വിഷ് ചെയ്യുന്നു. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആയിട്ട് ഇവ മോളെ ബർത്ത്ഡേ അപ്പോൾ കുട്ടികളൊക്കെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. മോളെ കട്ട് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു കുട്ടികളെല്ലാവരും കൂടി. അവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എല്ലാവരും കൂടി കൂടിയിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ കേക്ക് ഫസ്റ്റ് എല്ലാവരും മുന്നിൽ വെച്ച് അവൾ തന്നെ വേഗം കഴിച്ചത്. കാരണം അവൾക്ക് കേക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് അവൾ ആദ്യം കഴിച്ചു. പിന്നെ കുട്ടികളെല്ലാവരും കൂടി ക്രീമെല്ലാം മുഖത്തൊക്കെ തേച്ച് ഭയങ്കര വൈബായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു നൈറ്റ് വൈബ്. കേക്കൊക്കെ മുറിച്ച് ഇപ്പൊ മോളെ ഫേസൊക്കെ കണ്ടപ്പോ ഗൈസ് ഫേസൊക്കെ ആകെ ക്രീമാക്കി വെച്ചു കേട്ടോ. എന്റെ സർപ്രൈസ് കൊടുത്തത് ചിഞ്ചുമോളാണ്. എന്താണ് പറയാനുള്ളത്? ഇപ്പൊ മോൾക്ക് സർപ്രൈസ് കൊടുത്തത് ഓള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മള് കേക്കിന്റെ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചിട്ടോ. പിന്നെ മേസപ്പുതിരൊക്കെ ഇവിടെ കത്തിച്ച് ചില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഒരു മനസ്സറിഞ്ഞൊരു സന്തോഷം, എല്ലാവരും കൂടി ഒരുമിക്കലും ഹാപ്പിനെസ് എല്ലാം കൂടി നല്ലൊരു രസമായിരുന്നു കേട്ടോ. വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഫാമിലിയിലൊക്കെ പോയി. നമ്മൾ ഈവനിങ്ങിന് നമ്മൾ മുത്തമ്മൻ്റെ വീട്ടിലേക്ക് പോയി. എല്ലാവരും കൂടി നമ്മൾ ഉമ്മയും മുത്തമ്മയും അതുപോലെ നമ്മൾ മുത്തമ്മയുടെ മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചില്ലാക്കി നമ്മൾ കേട്ടോ ഇതിൻ്റെ സെലിബ്രേഷനൊക്കെ. പിന്നെ ഇതാണ് എൻ്റെ കോട്ട് സെറ്റ്, എൻ്റെ ഡ്രസ്സ്. ഞാൻ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ഇതിൽ ഒരു ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു കോട്ട് സെറ്റ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വീണ്ടും വന്നു. ഈവനിങ് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം
കല്ലുമ്മക്കായ പൊരിച്ചതും ചായയൊക്കെ കുടിച്ച് നല്ലൊരു ഉഷാറോടെ ഒരു സ്നാക്കൊക്കെ ആക്കി ഒന്ന് കഴിച്ചിട്ടോ. അപ്പോൾ ഇക്ക കൊടുന്ന സ്പെഷ്യൽ കല്ലുമ്മക്കായാണ്. അപ്പോൾ കല്ലുമ്മക്കായ പൊരിച്ചതും അതുപോലെ നല്ല ഒരു സ്പൈസി ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. മക്കളൊക്കെ എല്ലാം കൂടി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും അസ്സലാമലൈക്കും, ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, പിന്നെ കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.